എം എൽ എയുടെ പ്രവൃത്തികൾ നടക്കാൻ ചില കാലതാമസങ്ങളുണ്ടായി എന്നുള്ള സത്യം. ഇപ്പോൾ എം എൽ എയും നഗരസഭയും ഒരുമിച്ച് ഒരു മെയ്യായി, അങ്ങനെയാണല്ലോ പറയാൻ പറ്റും. ആ രീതിയിൽ എം എൽ എയുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം സമയബന്ധിതമായി തീർക്കേണ്ട പ്രവൃത്തികളുടെ ചുമതല ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നുള്ളത്, നഗരസഭാ കൗൺസിൽ ഏറ്റെടുക്കുന്നു. ഒരുപാട് നേരത്തെ തീരുമാനിക്കപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ ഈ മാസത്തിൽ തന്നെ തുടങ്ങാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ എം എൽ എ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിലമ്പൂർ റോഡിലെ പ്രവൃത്തി, കോഴിക്കോട് റോഡിലെ പ്രവൃത്തി, അതുപോലെ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട അനുബന്ധമായിട്ടുള്ള റോഡുകളുടെ പ്രവൃത്തി, അവിടെ കോളേജിൽ നടക്കുന്ന മറ്റു പ്രവൃത്തികളുണ്ട്, പക്ഷേ റോഡുകളുടെ അനുബന്ധമായിട്ടുള്ള പ്രവൃത്തികൾ, ഗതാഗത സൗകര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകേണ്ടത് എന്നുള്ളത്. മഞ്ചേരിയുടെ ഏറ്റവും അടിസ്ഥാന വിഷയം എന്ന് പറയുന്നതും പലപ്പോഴും ഉണ്ടാവാറുള്ളത് ഗതാഗത കുരുക്കുകളാണ്. അപ്പോൾ ആ ഗതാഗത കുരുക്കുകളെ ഒന്ന് പരമാവധി എങ്ങനെ അവ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾ ഭരണസമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് അത് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ആക്ഷേപങ്ങൾക്ക് പകരം ഇപ്പോൾ കുറച്ച് അനുകൂലമായ നിലപാടുകൾ വരുന്നു. അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വരുന്നത് എന്തായാലും പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് നൽകുന്ന ഊർജ്ജമാണ്, യാതൊരു തർക്കമില്ല. എന്തായാലും ആ ഊർജ്ജം നിലനിൽക്കട്ടെ എന്നുള്ളത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം. ചെയർമാനായി ചാർജ് എടുത്ത് ദിവസങ്ങളായിട്ടുള്ളൂ. അതിനിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു മാലിന്യ പ്രശ്നത്തിൽ ദ്രുതഗതിയിൽ നടപടി ഉണ്ടാകുന്നു. ആ രീതിയിൽ പല പല ഇടപെടലുകളും വളരെ ദ്രുതഗതിയിൽ നടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് പുതിയ പദ്ധതികൾ മനസ്സിലുള്ളത്? അങ്ങനല്ല, അത് ഞാൻ എൻ്റെ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കപ്പെട്ടു എന്നുള്ളത്. എന്നെ രാത്രി വിളിക്കുന്നു, ഞാൻ ചെല്ലുന്നു, അത്രേ ഉള്ളതിനാണ്. അതിന് ഏത് സമയത്താണെങ്കിലും മുൻകാലത്ത് മഞ്ചേരിക്കാർ എന്നെ വിളിക്കാറുണ്ട്. ആ വിഷയങ്ങളിൽ അന്ന് ഒരു ജനപ്രതിനിധി അല്ലാത്തത് കൊണ്ട് ഇടപെടാൻ പരിമിതികളുണ്ടായിരുന്നു. ഇന്ന് ഇടപെടാൻ എനിക്കുള്ള അധികാരം ഉപയോഗിക്കുന്നു എന്നുള്ളത്. അതിനപ്പുറത്തേക്ക് മാർക്കാനും പുതുതായിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് വൈസ് ചെയർമാൻ അടക്കമുള്ള ആളുകളോട് വയ്ക്കുന്നു. ഞങ്ങൾ എന്തായാലും ഒരു വർഷത്തേക്കുള്ള പദ്ധതികളെക്കുറിച്ചല്ല ആലോചിക്കുന്നത്. അടുത്ത 2030 വരെയുള്ള ഒരു നല്ല മഞ്ചേരി, 2030 എന്നുള്ള കൺസെപ്റ്റ് ഞങ്ങളുടെ പ്രകടന പത്രികത്താണെങ്കിൽ പോലും അടുത്ത 25 വർഷത്തേക്ക് എങ്ങനെയാവണം മഞ്ചേരി, ആ ഒരു ആശയത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ഭരണസമിതിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു സുഖമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കിയിടത്തോളം നിരവധി ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലകളിൽ പല ആളുകളുടെയും സഹായം ലഭിക്കുന്നു എന്നുള്ളത്. അതവർ നേരിൽ പറയാറുണ്ട്, വാട്സപ്പിലൂടെ പറയാറുണ്ട്, ചിലർ കത്തായിട്ട് എഴുതിയാക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് സൂക്ഷ്മമായി വിലയിരുത്തി അടുത്ത ഒരു 25 വർഷത്തേക്ക് വരാനിരിക്കുന്ന ഒരു തലമുറയുടെ മഞ്ചേരിയുടെ നല്ല ഒരു കാഴ്ചപ്പാട്. അപ്പോൾ മഞ്ചേരി എന്ന് പറഞ്ഞ ഏകദേശം എന്താ പറയുക, നേരത്തെ ചില ടെക്സ്റ്റൈൽസ് മേഖലയിലും പച്ചക്കറി മേഖലയിലൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന ഇടം മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും? എന്തായാലും ഒരു ഭരണസമിതി എന്നുള്ള നിലക്ക് ഞങ്ങൾ യോജിച്ച നല്ല കൂട്ടായ പ്രവർത്തനത്തോടൊപ്പം നിൽക്കുന്ന ഒന്നും അതിന് ജനങ്ങൾ, രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയമില്ലാത്തവരും, കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ എല്ലാവരും ഞങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യം. അത്രേ ഉള്ളൂ അതിനകത്ത്.